വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ എവിടെയാ നമ്മൾ? സ്റ്റോൾ പാർട്ട് 7. യെസ്. സോ ദിസ് ടൈം ആസ് യൂഷ്വൽ ദിസ് ഈസ് ലൈക്ക് എ പൗച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫെൽറ്റ് ഷീറ്റ്സ് വെച്ചിട്ടാണ് പൗച്ചസ് ചെയ്തത്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പിങ്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ ചെയ്യണത്. അതിനാദ്യം ഞാൻ മെഷർമെൻറ്റ്സ് എനിക്ക് വെച്ചാൽ നമുക്കൊരു ഇത് വെച്ചിട്ടാണ്, ഒരു ഐഡിയ വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് എടുത്തത്. സ്കെയിലൊക്കെ യൂസ് ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഈസി ടു ഡു ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്കെയിൽ ഓൾസോ. ബട്ട് ഐ ലൈക്ക് ഇറ്റ് when I use it with and it's simpler also. Curves ഒക്കെ ഞാനൊന്ന് കർവ് ചെയ്തു ഫ്ലാപ്പിൻ്റെ ഇതൊക്കെ. ആൻഡ് കുറച്ച് വ്യത്യാസമുണ്ട് പിങ്ക് പൗച്ചിൽ നിന്ന് ഈ ഗ്രീൻ പൗച്ച് കുറച്ച് വ്യത്യാസമുണ്ട്. മുത്തുകളൊക്കെ യൂസ് ചെയ്തേക്കണം. കണ്ടോ, കളർ കോൺട്രാസ്റ്റ് കണ്ടറിയാൻ പറ്റും. ലൈക്ക് ഐ ഹാവ് ചേഞ്ച്ഡ് എവറിത്തിങ്. ആ ഫ്ലാപ്പ് അത് ആദ്യം ഞാൻ ആ പിങ്ക് ചെയ്തപ്പോൾ വ്യത്യാസം വന്നായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് എ ബിഗ് ഹോൾ. ദിസ് ഐ മെയ്ഡ് ഇറ്റ് ഉള്ളി കട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നി. ദിസ് വിൽ ബി വെരി ഡ്യൂറബിൾ ഓൾസോ. ആൻഡ് ദെൻ അനദർ കളർ ഞാൻ യെല്ലോ ചെയ്തു. യെല്ലോനുള്ള ത്രെഡ് ഞാൻ യൂസ് ചെയ്തത് നീലയാണ്. അപ്പോൾ പല പൗച്ചസിൻ്റെയും അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. ആൻഡ് ഓഫ് കോഴ്സ് പിൻ ചെയ്തിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നീഡിലും ശരിക്കും ഹാൻഡ് സൂ ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് അതിന് പറയാം. ഈ സൈഡിൽ കാണുന്ന ഈ സ്റ്റിച്ച് അതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് പറയണത്. അപ്പോൾ അതാണ് ഞാൻ ബേസിക്കായിട്ട് എല്ലാത്തിനും ജോയിൻ ചെയ്തത്, സൈഡിലൊക്കെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് അത്ര ഫ്രേ ചെയ്യില്ല, സൈഡൊന്നും അത്ര അങ്ങോട്ട് ഫ്രേ ചെയ്യില്ല. കാരണം ഇറ്റ് പെർഫെക്റ്റ്ലി ഇറ്റ്സ് ലൈക്ക് അയൺ ചെയ്ത പോലെ ആയിരിക്കും. ലൈക്ക് പ്രോപ്പർ ബട്ട് ഇറ്റ്സ് നോട്ട് എ പേപ്പർ പോലെ തോന്നുമെങ്കിലും ഇത് പേപ്പറല്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ഗുഡ് ക്ലോത്ത്. ആക്ച്വലി ഒരു നല്ലൊരു മെറ്റീരിയലാണ്. എനിക്ക് ഇഷ്ടമായി ശരിക്കും പറയാൻ വെച്ചാൽ. നമുക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇത് എൻവലപ്പായിട്ടാണ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്ററായിട്ട് എന്തെങ്കിലും കീപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമ്മളൊരു പൈസ കൊടുക്കണം എന്ന ഒരു ദക്ഷിണ പോലെ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് പ്രോസസ്സ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ഓൾസോ. നമുക്കിപ്പോൾ ഒരു പേപ്പറായിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് എൻവലപ്പൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇതിനെ. സോ ഇറ്റ്സ് ലൈക്ക് എ കോംപ്ലിമെൻ്ററി തിങ് ബേസ്ഡ് ഓൺ ദ വൺസ് വിച്ച് ഐ എം ഡൂയിങ് നൗ. അപ്പോൾ ഞാൻ കുറച്ച് റേഞ്ചും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ഡൺ ടുഡേ. സോ ഇതാണ് ആസ് യൂഷ്വൽ. ഞാൻ ക്യാൻവയിൽ പോയിട്ട് ഞാൻ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രൊമോ പോലെ വീഡിയോ ഉണ്ടാക്കി. use me as a gift envelope or keep your lighter things here എന്നുള്ള രീതിയിൽ you can use it as any purpose, multi-purpose. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി യു പൗച്ച് വീഡിയോ.